രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം കേരളത്തിൽ UDFന് ഒരു ഊരാക്കൊടുക്കാണ്. വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇനി കേരളത്തിലെ കോൺഗ്രസ് എത്തുക. സോണിയാഗാന്ധി കുത്തകയാക്കി വെച്ച റായ്ബറേലിയിൽ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായ റായ്ബറേലിയിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. സമാജ്വാദിയുടെ ശക്തമായ പിന്തുണയുള്ളതിനാൽ രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ വിജയം ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും വയനാട് ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് പോകാനായിരിക്കും താല്പര്യം കാണിക്കുക. ഇത് വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് വഴിയൊരുക്കുക. വയനാട് പോലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാഹചര്യമോ ധൈര്യമോ റായ്ബറേലിയിൽ കോൺഗ്രസിന് ഉണ്ടാവില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാൻ റായ്ബറേലിയിൽ സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിന് അനിവാര്യവുമാണ്. ഇവിടെയാണ് UDFന് ഇനി യഥാർത്ഥ പ്രതിസന്ധി നേരിടാൻ പോകുന്നത്. വയനാട് മുന്നിൽ കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് 3ാം സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് രാജ്യസഭാ സീറ്റ് എന്ന വിട്ടുവീഴ്ച ലീഗ് ചെയ്തത്. രാഹുൽ ഗാന്ധി വയനാട് വിട്ട് റായ്ബറേലിയിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ ലീഗ് സ്വീകരിച്ച പല നിലപാടുകളിൽ നിന്നും അവർ മാറി ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ ലീഗിന്റെ തീരുമാനങ്ങളിൽ നിന്ന് അവർ പിന്നോട്ടു പോകാനാണ് സാധ്യത. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ ഇതെല്ലാം തന്നെ ലീഗിന് കടുത്ത സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ്. ഈ പറഞ്ഞ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ടാണ് വയനാടിനു വേണ്ടി ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വയനാടിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കാത്തതെന്ന് പലവട്ടം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇക്കാര്യം തന്നെയാണ് അണികളോടും ലീഗ് നേതൃത്വം നൽകിയ വിശദീകരണം. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ രാഹുൽ വയനാട് സീറ്റ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ലീഗിന്റെയും നിലപാട് മാറ്റത്തിലേക്ക് നയിക്കുന്നതാണ്. യുവ നേതാക്കളെ 3ാം സീറ്റിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം യൂത്ത് ലീഗും ഉയർത്തിയിരുന്നു. രാഹുൽ രാജിവെച്ചാൽ ലീഗ് ഉയർത്തിയ ഈ ഒരു ആവശ്യം കൂടുതൽ ശക്തമാകാനാണ് സാധ്യതകൾ. മാത്രമല്ല, ഇനി രാജ്യസഭാ സീറ്റ് വേണ്ട, മറിച്ച് വയനാട് സീറ്റ് മതിയെന്ന് ലീഗ് അവരുടെ നിലപാട് കടുപ്പിച്ചാൽ കോൺഗ്രസ് തീർച്ചയായും പ്രതിസന്ധിയിലാകും. ഇടതുപക്ഷത്തെ 2ാം കക്ഷിയായ CPIക്ക് 4 സീറ്റുകൾ CPM വിട്ടു നൽകിയപ്പോൾ കാലങ്ങളായി ലീഗിനെ 2 സീറ്റുകളിൽ ഒതുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇതും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തായിരുന്നുവെങ്കിൽ കൂടുതൽ പരിഗണന കിട്ടുമായിരുന്നു എന്ന ചിന്ത ലീഗിലെ പ്രമുഖ നേതാക്കൾക്കിടയിലും തോന്നിയിട്ടുണ്ടാകും. കേരളത്തിലെ കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ വയനാട് സീറ്റിനെ സംബന്ധിച്ച് ഉറച്ച നിലപാടാണ് അവർക്കുള്ളത്. എന്നാൽ ഈ നിലപാടുമായി തന്നെ മുന്നോട്ടു പോകാൻ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളിൽ എത്ര എണ്ണം നഷ്ടപ്പെട്ടാലും പ്രതിരോധത്തിലാകാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന് ലീഗിന്റെ തീരുമാനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നിലപാടുകൾക്ക് മുന്നിൽ നിന്നു കൊടുക്കേണ്ടി വരുന്നത്. ഇനി വയനാട് ലീഗിന് നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസിലും വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുന്നതാണ്. വയനാട് മണ്ഡലത്തിന്റെ രൂപീകരണ കാലം മുതൽ കോൺഗ്രസ് മത്സരിച്ച വയനാട്ടിൽ നിന്നും MA ഷാനവാസ് വിജയിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ളവർ ഈ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ അതിനെ എതിർത്ത് നിൽക്കുന്നത്. റായ്ബറേലിയിൽ നിന്നും വയനാട്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ പദവി രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്തണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. എന്നാൽ വയനാടിനെ രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അവിടെയും UDF തന്നെ വെട്ടിലാകുന്നതാണ്. വയനാട്ടുകാരോട് വഞ്ചന കാട്ടിയെന്ന
ചീത്തപ്പേരുകൂടി രാഹുലിനും അതുപോലെ UDF-നും കേൾക്കേണ്ടി വരും. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഒരു പ്രചരണമായിരിക്കും ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത്. ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ പോകുന്ന പ്രചരണവും ഇത് തന്നെയാണ്. മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ടെന്ന് വയനാട്ടിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നുവെന്നാണ് വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥി ആനി രാജ ഇപ്പോൾ പ്രതികരിച്ചത്. ഇക്കാര്യം മറച്ചുവെച്ചത് വയനാട്ടിലെ വോട്ടർമാരോട് ചെയ്ത നീതികേടാണെന്നും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണെന്നുമാണ് ആനി രാജ തുറന്നടിച്ചത്. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരാൾക്ക് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാം. അത് സ്ഥാനാർത്ഥികളുടെ അവകാശവുമാണ്. എന്നാൽ 2 മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടതായി വരും. ഏത് മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചാലും ആ മണ്ഡലത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ച വോട്ടർമാരോടുള്ള അനീതിയാകുമെന്നാണ് ആനി രാജ പറയുന്നത്. രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് വയനാടിനോട് വൈകാരികമായ ബന്ധമുണ്ടെന്നാണ്. മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വൈകാരിക ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം രണ്ടാമതും വയനാട്ടിൽ മത്സരിക്കുന്നത്. സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന വൈകാരികതയാണോ ഇതെന്നതിന് കോൺഗ്രസ് മറുപടി പറയണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടു. വയനാട്ടിൽ പരാജയപ്പെട്ടാലും ആനി രാജ തന്നെയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെന്നാണ് CPI കേന്ദ്രങ്ങളും നൽകുന്ന സൂചന. വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഇത്തവണ ആനി രാജയ്ക്ക് ഉണ്ടാകുമെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് അടിച്ചേൽപ്പിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം എന്തായാലും UDF-ന് തന്നെ ആയിരിക്കും. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ സീറ്റുകളുടെ എണ്ണത്തിൽ ആയാലും വോട്ടുകളുടെ ശതമാനത്തിലായാലും കേരളത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 20-20 വിജയിക്കുമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട UDF നേതൃത്വം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയതും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അവർക്ക് തന്നെ ആശങ്കയുള്ളതുകൊണ്ടാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ പിന്നെ കേരളത്തിൽ ഒരു തിരിച്ചുവരവ് UDF എന്ന മുന്നണിക്ക് തന്നെ പ്രയാസകരമാകും. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ അത്തരമൊരു തിരിച്ചടി വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. 2019 ഒരു സീറ്റിൽ മാത്രം വിജയിച്ച ഇടതുപക്ഷം 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടി തുടർഭരണം സാധ്യമാക്കിയ സാഹചര്യത്തിൽ ഇടതുപക്ഷം കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയാൽ പിന്നെ UDF-ൽ നിൽക്കാൻ മുസ്ലിം ലീഗിനും ബുദ്ധിമുട്ടുണ്ടാകും. അത്തരമൊരു ഘട്ടത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ലീഗിലെ പ്രബല വിഭാഗം ഇടതുപക്ഷത്തെത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല. ലീഗിനെ സംബന്ധിച്ച് ഭരണമില്ലാതെ ഇനിയും മുന്നോട്ടു പോകാൻ കഴിയുകയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷം സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മൂന്നാമതും കേരളം ഭരിക്കാനുള്ള വാതിലാണ് ഇടതുപക്ഷത്തിനു മുന്നിൽ തുറക്കുക. ഇത് കൃത്യമായി അറിയാവുന്ന ലീഗിലെ ഒരു വിഭാഗം അതിന് അനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചാൽ ലീഗിൽ തന്നെ പിളർപ്പുണ്ടാകുന്നതാണ്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 10-ൽ കുറവ് സീറ്റുകളിലേക്ക് UDF താഴ്ന്നു പോവുകയാണെങ്കിൽ കോൺഗ്രസിനുള്ളിലും പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.